എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പൂഞ്ഞാർ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ 3 ദേവീക്ഷേത്രങ്ങളുടെ ചരിത്രമാണ്. ആച്ചിക്കാവ് ദേവി മഹേശ്വരി ക്ഷേത്രം തീക്കോയി പഞ്ചായത്തിൽപ്പെട്ട മംഗളഗിരി പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് വളരെ വലിയ ഒരു ചരിത്രമാണുള്ളത്. കീഴേ കോയിക്കൽ എന്നായിരുന്നു പണ്ട് തീക്കോയിയുടെ പേര്. അത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് പരിഷ്കരിച്ച് തീക്കോയിയാക്കി മാറ്റിയത്. പണ്ട് ഒരു വലിയ തറവാടുണ്ടായിരുന്നു. ആലപ്പാട്ട് കുടുംബം എന്നായിരുന്നു എൻ്റെ പേര്. തലപ്പലങ്കാരായിരുന്നു അവർ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അവരിവിടെ വന്ന് ഈ പ്രദേശം കീഴടക്കി അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ധാരാളം തൊഴിലാളികളും മറ്റ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. ഈ മറോപ്പടയുടെ ആക്രമണം വന്നു. അതോടെ അവിടുത്തെ ആളുകളെല്ലാവരും കൂടി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി. പലരും അമ്പാറ, തലപ്പലം, പൂഞ്ഞാറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഒളിച്ചോടിപ്പോയി. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു. വർഷങ്ങളായി എല്ലാം കാട് പിടിച്ച് എല്ലാം നശിച്ച് കിടക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോഴാണ് വീണ്ടും തലപ്പലത്ത് നിന്നും ഈ കുടുംബത്തിൽപ്പെട്ട ഒരു കാരണവരെ ആച്ചിക്കാവിലേക്ക് പുറപ്പെട്ടു. ഈ ക്ഷേത്രമെല്ലാം നോക്കാനും തറവാട് നോക്കാനും വേണ്ടി പുറപ്പെട്ട് വന്നപ്പോൾ വഴിക്ക് വന്നപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റും ഇടിയും മിന്നലും ഭയങ്കര ഊരിരുട്ടുമാണ്. ഒന്നും കാണത്തില്ല. അങ്ങനെ അദ്ദേഹം വിഷണ്ണനായി നിൽക്കുമ്പോൾ ഒരു ബാലിക ഒരു വിളക്കുമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യ തേജസ്സുള്ളൊരു മുഖമായിരുന്നു. അവർ പറഞ്ഞ് നമുക്ക് ക്ഷേത്രത്തിൽ പോയി വിശ്രമിക്കാമെന്ന് പറഞ്ഞ് നടപ്പിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അദ്ദേഹം അവർ വിശ്രമിച്ചു. രാവിലെ പോകാൻ നേരത്ത് അദ്ദേഹം കുളിച്ചൊരുങ്ങിയപ്പോൾ ഈ ബാലിക അവിടെ നിൽപ്പുണ്ട്. അവളോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. പോരാം, കുഴപ്പമില്ല, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ ആരാണെന്നും ചോദിക്കരുത്, അതുപോലെ എന്നെ ഒരിക്കലും അവിശ്വസിക്കരുത്, എച്ചിൽ പാത്രം എടുക്കാൻ പറയരുത്. ഈ 3 വ്യവസ്ഥകളായിരുന്നു ഈ ബാലിക വെച്ച്. അദ്ദേഹം സമ്മതിച്ചു. ബാലിക ഒത്തുപോയി. അവിടെ തറവാട്ട് ചെന്നപ്പോൾ എല്ലാം പള്ള പിടിച്ച് കിടക്കായിരുന്നു, നന്നാക്കിയൊക്കെ ചെയ്തു. അപ്പോൾ എന്നും ഈ തിരുമേനിക്ക് മുറുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു വലിയ വളരെ ഉയരം കൂടിയ ഒരു പാലമരം നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ മാത്രമേ വെറ്റില ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെറ്റില പറിക്കാൻ ഈ കുട്ടി ഏറ്റവും നല്ല വെറ്റിലയാണ് ഇന്നും കൊടുത്തിരുന്നത്. ഒരിക്കൽ അദ്ദേഹം ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നവർ നോക്കി. അപ്പോഴാണ് പാലയുടെ പൊക്കത്തിൻ്റെ അത്ര വലുപ്പത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി ഇത് വെറ്റില പറിക്കുന്നത്. തിരിച്ചു വന്നപ്പം പെൺകുട്ടിയോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ദേവി പരാശക്തിയാണ്. നമ്മുടെ കരാർ അവസാനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ വ്യവസ്ഥ നിങ്ങൾ ലംഘിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി നമ്മൾ തമ്മിൽ കാണുകയില്ല, വർഷത്തിലൊരിക്കൽ കാണും എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് അപ്രത്യക്ഷയായിപ്പോയി. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ കുറേ കഴിഞ്ഞ ശേഷം ചില തീക്കോയി എസ്റ്റേറ്റ് എല്ലാം പാറയ്ക്കക്കാരും പുതിയാത്തുകാരും കൂടെ വാങ്ങിച്ചു. ഇവരെ ക്ഷയിച്ചു പോയി. പിന്നെ അവിടെ ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞ് മനസ്സിലായത്, ഇവിടെ ദേവി ഇരിക്കുന്ന ആ മുറിയിലാണ് അവരിയ്ക്കുന്നത്. ആ കെട്ടിടം അവരുടെ തറവാട് പൊളിക്കണമെന്ന് പറഞ്ഞു. ആ തറവാട് പൊളിച്ചിട്ടാണ് പിന്നീട് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രം പഴയ ആലപ്പാട്ട് തറവാടിരിക്കുന്നതാണ്. അതിനുശേഷം പൂജകളൊക്കെ നടത്തി കാലങ്ങൾ മുന്നോട്ട് പോയി. ദേവിക്ക് വേണ്ടി അവിടെ 2 കുളങ്ങൾ കുത്തിയിരുന്നു കുളിക്കാൻ വേണ്ടി. അതിൽ 2 മൂടപ്പെട്ട് പോയി. അല്ല, ഒരു കുളത്തിൽ ദേവിയുടെ ആഭരണങ്ങൾ കിടപ്പുണ്ടെന്നാണ് വിശ്വാസം. കാലങ്ങൾ കഴിഞ്ഞു. അവിടെ ഇരിക്കുന്ന വിഗ്രഹം മേലമ്പാറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് നമ്പൂതിരിപ്പാട് മരിച്ചു. അദ്ദേഹം ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല ആലപ്പാട്ട് മണലേപ്പറമ്പിൽ എന്ന് പറയും ആലപ്പാട്ട് കുടുംബക്കാരെ ഏൽപ്പിച്ചു കൊടുത്തു. നായർ കുടുംബമാണ്, ജന്മികളാണ്. തീക്കോയി പ്രദേശമെല്ലാം ഒരു കാലത്ത് അവരുടെ വകയായിരുന്നു. അവരോടാണ് തീക്കോയി എസ്റ്റേറ്റ് ബാർക്കിക്കാരൊക്കെ സ്ഥലം വാങ്ങിയത്. അപ്പോൾ അവർക്ക് കൊടുത്തു. അവരിത് കുറേ കാലം കൊണ്ടു നടന്നു. അതിനുശേഷം അവർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നു. അങ്ങനെ 1974 SNDP ഇത് ഏറ്റെടുത്ത് 1975 2014 ഏപ്രിൽ 12 ഇത് ക്ഷേത്രം പുതുക്കി പണിത് പുനഃപ്രതിഷ്ഠ നടത്തി. അപ്പോൾ ഈ മേനിച്ചി താലൂക്കിലുള്ള SNDP ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതിലൊന്നാണിത്. ഇതിൽ 1, 2 സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് ഈ ക്ഷേത്രം. അത്ര പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്ത്രീ പുരുഷ ജാതി മത ഭേദമന്യേ ഏവർക്കും ഷർട്ടിട്ടുകൊണ്ട് ഇവിടെ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അനുവാദമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് മീനമാസത്തിലെ പൂരം നാളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ധാരാളം ആളുകൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. മാറവലി അരുവിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ പൂജകളെപ്പറ്റി രാവിലെയും ഉഷപൂജയും അത്താഴ് പൂജയും ഇവിടെ ഉണ്ട്. അതുപോലെ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ഇവിടെ നടകുരുതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗണപതി ഹോമമുണ്ട്. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര പൂജ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്.
അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. പഴക്കം കൊണ്ടും ആഠ്യത്വം കൊണ്ടും മുൻപന്തി നിൽക്കുന്ന ഈ ക്ഷേത്രം ജാതിമത ഭേദമിനെ എല്ലാവരും കാണേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഞാൻ അടുത്തതായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പള്ളിക്കുന്ന് ക്ഷേത്രത്തെ പറ്റിയാണ്. പള്ളിക്കുന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറ്റിൽ നിന്ന് കുന്നൂന്നിക്ക് പോകുന്ന വഴിക്കാണ്. സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂളിൻ്റെ അടുത്താണ്, റോഡിന് വലതുവശത്താണ് പള്ളിക്കുന്ന് ഭഗവതി ക്ഷേത്രമാണിത്. അപ്പോൾ ഈ ഭഗവതി ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആച്ചിക്കാവിലെ ഭഗവതി വൈകുന്നേരം 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ഈ ക്ഷേത്രത്തിലേക്ക് തേരോട്ടം നടത്താമെന്നൊരു വിശ്വാസമുണ്ട്. ചിലരൊക്കെ ശബ്ദവും കേൾക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഒരു ചരിത്രം ഇതിനുണ്ട്. ഇതിൻ്റെ പാരമ്പര്യം പറഞ്ഞു പോകുമ്പോൾ ഇത് സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മങ്കൊമ്പിൽ നിന്ന് വന്ന ഒരു നായർ കുടുംബമാണ്. പാറയ്ക്കൽ എന്നൊരു നായർ കുടുംബമാണ് ഈ ശരിക്കും ഇത് സ്ഥാപിച്ചത്. ഒരു 1500 വർഷം പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പ്രദേശത്തുള്ള എല്ലാ ദേവീക്ഷേത്രങ്ങളും മങ്കൊമ്പിൽ നിന്ന് വന്നതാണ്. ഈ മങ്കൊമ്പത്തിന് മറ്റൊരു കാര്യമുണ്ട്. മങ്കൊമ്പെന്ന് പറഞ്ഞാൽ മാൻകൊമ്പിൻ്റെ ആകൃതിയിലാണ് ഈ മങ്കൊമ്പിലെ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള മല നിൽക്കുന്നത്. ആ മലയുടെ ആകൃതിയിൽ നിന്നാണ് മാൻകൊമ്പ് ലോപിച്ചാണ് മങ്കൊമ്പായത്. അപ്പോൾ ആ ക്ഷേത്രം ഇവർ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു. അവർ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അവരുടെ പൂജാതികർമ്മങ്ങളും തിരികെത്തിക്കലൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ കാലശേഷം ഇത് തീർത്തും അവഗണിക്കപ്പെട്ടു പോയി. അങ്ങനെ 1930 ഈ പ്രദേശം ഇഞ്ച പഠിച്ച് കിടക്കുകയാണ്. ഇഞ്ചക്കാടായിരുന്നു. ഇത് വെട്ടിത്തെളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെയുള്ളൊരു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നു മനസ്സിലാക്കുന്നത്. ദൈവ ചൈതന്യമോടെ അനുഭവപ്പെട്ടു. അത് പണിയുന്നതിന് വേണ്ടി പിന്നെ മുൻകൈ എടുത്ത ചില മഹാരഥന്മാരുണ്ട്. അവരെ സ്മരിക്കാതെ വരിക. പുതിയതായി ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഉറുമ്പിൽ പത്മനാഭൻ നായർ, പത്മനാഭ പണിക്കർ, കല്ലമ്മാക്കൽ കേശവൻ നായർ, ഇഞ്ചിയിൽ രാമൻ നായർ, പള്ളിക്കുന്നൽ കുഞ്ഞുകുട്ടൻ നായർ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ ക്ഷേത്രം ഇങ്ങനെ നിർമ്മിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം ഇത് പുതുക്കി പണിതിട്ടുണ്ട്. അതിനുശേഷം 2012 ഈ ക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ചു. അത് 2015 ഇതിൻ്റെ പുനഃപ്രതിഷ്ഠാകർമ്മം നടന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠകളെന്ന് പറയുന്നത് ഒന്ന് ദുർഗാദേവിയാണ്, അടുത്തത് ഭദ്രകാളിയാണ്, മറ്റൊന്നുകൂടിയുണ്ട് രുദ്രബാല എന്ന മറ്റൊരു പ്രതിഷ്ഠയും കൂടി ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ അത്ഭുത സിദ്ധികളുള്ളൊരു ക്ഷേത്രമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഇടവമാസത്തിലെ പുണർദം നാളിലാണ്. പുണർദം നാളിലും വൃശ്ചികത്തിലെ അശ്വതി ഭരണി കാർത്തിക നാളുകളിലുമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഉഷപൂജയും ഉച്ചപൂജയും അത്താഴ പൂജയും എല്ലാ ദിവസവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. കന്നിമാസത്തിൽ ആയില്യം നാളിൽ ഗണപതി ഹോമവും കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പത്തിന് 100 പാലും സമർപ്പിക്കുന്ന ചടങ്ങും ഇവിടെയുണ്ട്. നവരാത്രി പൂജയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നാരങ്ങ ദീപവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ട്. രാമായണ മാസത്തിൽ ഭാഗവത പാരായണവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അടുത്തത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മങ്കൊമ്പുംകാവ് ദേവീക്ഷേത്രത്തെ പറ്റിയാണ്. ഇത് അതിപുരാതനമായൊരു ക്ഷേത്രമാണ്. ഇതിന് ഐതിഹ്യം പോകുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല. ഇതിൻ്റെ ഐതിഹ്യം പറയുന്ന ഇതാണ്: പഴൂർ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മൂമ്മ മങ്കൊമ്പിൽ പോയി ദേവിയെ തൊഴുക പതിവായിരുന്നു. അവർ പ്രായമായി പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മങ്കൊമ്പ് ഇവിടെയുള്ള ആളുകളെല്ലാം പോയിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അവർ പോയി വയ്യാതെ വന്നപ്പോൾ അവർ കുടയുമായിട്ടാണ് പോയത്. അപ്പോൾ അവരിവിടെ ആറിൻ്റെ തീരത്ത് കൊണ്ടുവന്ന് കുട വെച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് എടുക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ദേവീ ചൈതന്യം ഉണ്ടെന്ന്. അപ്പോൾ അമ്മയ്ക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് അവിടെ ഒരു ദേവിയെ വിഗ്രഹം വെച്ച് പ്രതിഷ്ഠിക്കാനുള്ള അനുമതി ലഭിച്ചെന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ പേര് നാട്ടുകാരൊക്കെ നോക്കിയിട്ട് ഇത് മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ആ പ്രദേശമൊക്കെ പഴയ പഴൂർ പണിക്കർ കുടുംബത്തിൻ്റെ വകയായിരുന്നു. അപ്പോൾ അവരുടെ പ്രത്യേകത, ഇത് 3 പ്രമുഖരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. കുന്നോം പണിക്കർ, മന്നം പണിക്കർ, അത് പഴൂർ പണിക്കർ. ഇവർ 3 പേരായിരുന്നു പൂഞ്ഞാർ രാജാക്കന്മാർ വരുമ്പോൾ ഇവിടുത്തെ പ്രധാന ജന്മികൾ. അപ്പോൾ അവരിവിടെ ക്ഷേത്രം സംബന്ധിച്ച് ഊഴാർമക്കാർ ഈ കുടുംബക്കാരാണ്. പൂഞ്ഞാർ രാജാക്കന്മാർ ഇവിടെ വന്നപ്പോൾ രാജ്യ കൈമാറ്റ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഈ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചാണ്. മാത്രമല്ല ധർമ്മശാസ്താവിൻ്റെ ആറാട്ടിന് ചടങ്ങ് നടത്തുന്നതിന് മുമ്പിലുള്ള ആറ്റിൽ വെച്ചാണ്. അപ്പോൾ ഇതിനൊത്തിരി ഇങ്ങനെയുള്ള പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ ദുർഗാദേവിയും ഭദ്രകാളിയുമാണ്. 2 ദേവിമാരാണ് ഇവിടെ കുടിയിരിക്കുന്നത്, മേലേക്കാവും കീഴേക്കാവും. ചോറ്റാനിക്കരയിലെ മാതൃകയിലാണ് അതും ഇവിടെ നടക്കുന്നത്. മേലേക്കാവിലെ ദേവി രാവിലെ സരസ്വതിയായിട്ടും ഉച്ചയ്ക്ക് ലക്ഷ്മിയായിട്ടും വൈകുന്നേരം മഹേശ്വരിയായിട്ടുമാണ് അവരെ കാണുന്നത്. അങ്ങനെയാണ് അവരുടെ കാര്യം. അതുപോലെ കുട്ടികളൊക്കെ പ്രാർത്ഥനയ്ക്കും പരീക്ഷയ്ക്കും മുമ്പ് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏർപ്പാടുമുണ്ട്. ഇവിടെ ഈ ക്ഷേത്രം പലതവണ പുതുക്കി പണിതിട്ടുണ്ട്. നാഗരാജൻ്റെയും നാഗയക്ഷികളുടെയും സാന്നിധ്യം ഇവിടെയുണ്ട്.
കുംഭമാസത്തിലെ പൂയൻ നാളിലാണ് ഇവിടുത്തെ ഉത്സവം. താഴേക്കാവിലെ ഉത്സവ ദിനങ്ങളിൽ ഗുരുതി നടത്തുന്നു. പ്രതിഷ്ഠാദിനം 5 ദിവസം നടത്തുന്നത്. ഈ സമയത്താണ് താഴത്തെ കാവിൽ പൊങ്കാലി ഇടുന്നത്. പ്രകൃതി വിഭവങ്ങൾ സ്ത്രീകൾ തന്നെ പാകം ചെയ്ത് സൂര്യഭഗവാനെ സാക്ഷി നിർത്തി നിവേദിക്കുന്ന ഒരു ചടങ്ങും ഇവിടെയുണ്ട്. മേലേക്കാവിൽ കുംഭ കൂടാതിരി അഭിഷേകം ഇവിടെ എന്നും നടത്താറുണ്ട്. കുറേ കാലത്തിന് മുമ്പ് പണിക്കർ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ക്ഷയിച്ചു. അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതിരുന്നപ്പോൾ അന്നത്തെ ഊരാഴ്മക്കാരനായിരുന്ന സിന്ദൂര പണിക്കർ അല്ലെങ്കിൽ പരമേശ്വര പണിക്കർ ഇതിൻ്റെ ചുമതലയെല്ലാം NSSനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതിൻ്റെ പരിപാടികളിൻ്റെ ചുമതലകൾ വഹിക്കുന്നതും ഭരണം നടത്തുന്നതും ചടങ്ങുകൾ നടത്തുന്നതും എല്ലാം NSS ആണ്. എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പൂർണ്ണമാണെന്നോ എന്നുള്ള അഹങ്കാരമൊന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അതുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ശ്രവിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ബ്ലോക്ക് ബസ്റ്റർ ഓഫർ. 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. റാണി റൈസ് ആൻഡ് ഫ്ലേവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ. ലിതൻസ്, അണമുറിയാത്ത ജലപ്രവാഹം. പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്, പ്ലോട്ട് സ്വിച്ചസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്. ലിതൻസ്.